നമുക്ക് ലഭ്യമായ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ ജാമുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ല സ്വാദിഷ്ടമായ ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് ഫ്രഷ് ഫ്രൂട്ട് ഉപയോഗിച്ച് ഒരു ജാമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്ക് റാസ്ബെറി ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാസ്ബെറി ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റാസ്ബെറി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ജാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കപ്പ് റാസ്ബെറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പാറ്റില ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. റാസ്ബെറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. റാസ്ബെറി വേവാൻ അധികം സമയം വേണ്ട. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ റാസ്ബെറി വെന്ത് വരുമ്പോൾ സ്പാറ്റില കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ അത് നല്ല ജ്യൂസി ആയിട്ട് മാറും. ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ച് അടിക്ക് പിടിക്കാതിരിക്കത്തക്കവണ്ണം ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം. റാസ്ബെറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് അത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മധുരം പാകമാണോ എന്ന് നോക്കിയിട്ട് മധുരം പാകമല്ല എങ്കിൽ കുറച്ചുകൂടി മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടോട്ടൽ ഞാൻ 1 കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ചേർത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ നന്നായിട്ട് അലിഞ്ഞു ചേരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വെള്ളമെല്ലാം വറ്റി ഒരു തിക്ക് പാകമായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ റാസ്ബെറി ജാം ചൂടൊക്കെ ആറി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാനിത് ഒരു 3 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാറുണ്ട്. കേടുകൂടാതെ ഇരിക്കാനായിട്ട് വെള്ളം തൊടാതെ ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ബ്രെഡിലേക്കൊക്കെ നമ്മൾ ജാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതേ സ്പൂൺ തന്നെ വീണ്ടും ഈ കുപ്പിയിലേക്കിട്ട് ജാം എടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കേടുകൂടാതെ കുറച്ചുകൂടി നാളൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും സ്വാദിഷ്ടമായി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഈ റാസ്ബെറി ജാം ഇതുപോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. അതുപോലെ പാൻകേക്കിന്റെ കൂടെയും സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. അതുപോലെ സ്വിസ് റോൾ ഉണ്ടാക്കുമ്പോഴും ബട്ടർ കുക്കീസ് ഉണ്ടാക്കുമ്പോഴും ഈ റാസ്ബെറി ജാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും സ്വാദിഷ്ടമായ ഈ റാസ്ബെറി ജാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.